إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم وإياي أولا ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം അനുസരിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിക്കുന്ന കാലമത്രയും പഠിച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായി ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മനുഷ്യ സഹജമായി ഒട്ടനവധി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ പകുതിയിലധികവും ഞാനും നിങ്ങളും സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നത് ആ പറയുന്ന ആഗ്രഹവും മോഹവും ഒക്കെ കരസ്ഥമാക്കാനായിരിക്കും. പരിശുദ്ധ ഖുർആനിലും പ്രവാചക ജീവിത ചര്യയിലും മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യനായതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അവന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് പ്രവാചക ജീവിതത്തിലൂടെയുള്ള സംഭവങ്ങളും ചരിത്രങ്ങളും എന്നെയും നിങ്ങളെയും മാനസികപരമായി വല്ലാതെ ഉണർത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കണം, അതിന്റെ ഹലാല് ഹറാമുകൾ എന്തൊക്കെയാണ്, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇബാദത്തുകളിൽ കൃത്യനിഷ്ഠത കാണിക്കുന്നത് കൊണ്ട് ഭൗതിക ജീവിതത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കണമെന്നും പരലോകം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമും ഖുർആനും പറയുന്നില്ല. അതേസമയം പറയുന്നത് ഭൗതിക ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കണം, ഹലാലായതൊക്കെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് വെച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ദുആ ചെയ്യേണ്ടത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഒരിക്കലും പരലോകത്ത് മാത്രം പടച്ചവനെ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നും ഇഹലോകത്ത് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോയാൽ മതി എന്നതല്ല ഒരു വിശ്വാസിയുടെ മാനസിക നില. അതിനപ്പുറം പടച്ചവനെ എനിക്ക് ദുനിയാവിൽ നന്നായിട്ട് ജീവിക്കണം, സമാധാനത്തിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. അതിനെന്തൊക്കെ എൻ്റെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ കരസ്ഥമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ലെങ്കിൽ ആ നടക്കാത്തതിന്റെ ഹൈറും എനിക്കൊരു സന്തോഷമാണ്. അതാണ് വിശ്വാസിയുടെ മാനസികാവസ്ഥ. അതേസമയം ദുനിയാവ് മാത്രം അടിച്ചു പൊളിച്ച് സുഖത്തിലും സന്തോഷത്തിലും പോകുന്ന ഒരു സാധാരണക്കാരന്റെ ആഗ്രഹമല്ല എന്റേത് ആ ദുനിയാവിലെ ജീവിതം കൊണ്ട് എനിക്ക് ആഖിറം രക്ഷപ്പെടണം. ദുനിയാവിൽ ഞാൻ സന്തോഷിക്കുന്നത് കൊണ്ട് ആഖിറത്തിന്റെ സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ല.
ആ രണ്ട് സന്തോഷങ്ങളെയും, ദുനിയാവിലെ എന്റെ സന്തോഷവും സങ്കടവും പ്രാരാബ്ധവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും, എന്റെ ആഖിറത്തിന്റെ വെളിച്ചം, എന്റെ പരലോകത്തിന്റെ സന്തോഷം, പരലോകത്തിന്റെ സമാധാനത്തിലേക്ക് അത് മാറണം. റസൂലുള്ളാഹി പറഞ്ഞില്ല, അജബല്ലേ അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. മുഅ്മിനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അവൻ എന്ത് സംഭവിച്ചാലും സന്തോഷമാണ്. എന്ത് സംഭവിച്ചാലും അതിൽ പടച്ചവന്റെ തീരുമാനത്തിൽ സന്തോഷിക്കുന്നവനാണ്. ജീവിതത്തിൽ ഒട്ടനവധി വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഒരു ലക്ഷ്യം കരസ്ഥമാക്കുമ്പം അവരുണ്ടാകുന്ന സന്തോഷവും, അതേസമയം ജീവിതത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്നവന്റെ മാനസിക അവസ്ഥയും റസൂലെന്ന് പറയുന്നു, അവൻ വിശ്വാസിയാണെങ്കിൽ, ഈമാനുള്ളവനാണെങ്കിൽ അവൻ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നവനായിരിക്കും. ആ ഹൈറ് തിരിച്ചറിഞ്ഞുകൊണ്ട് പടച്ചോനെ എനിക്കത് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ വലുത് നീ എന്തോ കരുതി വെച്ചത് കൊണ്ടാണ് എന്നവൻ വിശ്വസിച്ചുകൊണ്ട് അവന്റെ മെന്റൽ സ്ട്രെങ്തിനെ അവൻ കീപ്പ് ചെയ്യുന്നതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോവില്ല. പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടനവധി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പ്രവാചക ജീവചരിത്രങ്ങളും സഹാബാക്കളുടെ ജീവചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവർ നമ്മളെപ്പോലെയൊക്കെ മനുഷ്യന്മാരായിട്ട് ജീവിച്ച ആളുകളാണ്. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഏത് സഹാബിയെ പരിശോധിച്ചാലും, ഏത് പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ പരിശോധിച്ചാലും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും ഉയർന്ന ആഗ്രഹം അത് സ്വാഭാവികമായിട്ടും പരലോകത്തെ ആഗ്രഹങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ്. അതിന്റെ താഴെ ഈ 10, 50, 40 കൊല്ലം ഭൂമിയിൽ എത്രയാണ് എന്ന് ജീവിക്കാൻ പോലും നമുക്കറിയില്ല. നാളെയോ മറ്റന്നാളെയോ അതിൽ അടുത്ത സെക്കൻഡോ അടുത്ത മിനിറ്റോ അടുത്ത വർഷമോ ഒന്നും അറിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ തലയിൽ കയറ്റി നടക്കുകയും അതിൽ ഒന്നോ രണ്ടോ എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നടക്കുകയും മറ്റേതെങ്കിലും ഒക്കെ മുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ കുറിച്ച് ഇസ്ലാം എവിടെയും പറയുന്നില്ല. അതേസമയം അവന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സ്വർഗത്തിനെ കുറിച്ചിട്ടാണ്. അവന്റെ ആഗ്രഹങ്ങൾ മുഴുവനും മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ നിന്ന് തുടങ്ങുന്ന ജീവിതത്തിന്റെ അങ്ങോട്ടേക്കാണ് അവന്റെ മുഴുവൻ ആഗ്രഹങ്ങളും. അതേസമയം അവനിക്ക് ചെറിയ ചെറിയ ദുനിയാവിലെ ആഗ്രഹങ്ങളുണ്ട്. ഒരു വീട് വെക്കണമൊക്കെ ഉണ്ട്, ഒരു നല്ല ജോലി നല്ല ശമ്പളം കിട്ടണമെന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ അതിന്റെ വഴിയിൽ കരസ്ഥമാക്കാനുള്ള പണി അവൻ എടുക്കണം എന്ന് ഖുർആൻ പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു. അവന്റെ മനുഷ്യനായതുകൊണ്ട് ഭൂമിയിൽ അവനിക്ക് മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കണമെന്നാണ്. ഒരാൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മാസത്തിൽ ഇത്രയാണ് എന്റെ വരുമാനം, അടുത്ത വർഷമാകുമ്പോഴേക്ക് ഈ മാസം എന്റെ വരുമാനം ഇത്രയാകണം എന്ന് ആഗ്രഹിക്കൽ ഹലാലാണ്, അനുവദനീയമാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ള സഹാബാക്കൾക്കിടയിലുള്ള ബിസിനസ്സുകാരെ കൂടെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അബ്ദുല്ലാഹിബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളോടൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കൽ അതാവരുതെന്നും, അത് പരലോക ജീവിതവുമായി തുടങ്ങുന്ന, സ്വർഗ ജീവിതവുമായി തുടങ്ങുന്ന ആഗ്രഹങ്ങളായിരിക്കണം നിങ്ങളുടെ ഏറ്റവും കോർ ആഗ്രഹങ്ങൾ എന്ന് പറയേണ്ടത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആയത്തിനെ കുറിച്ച് സൂറ വാഖിഅയിൽ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ എന്നൊരു ആയത്തുണ്ട്. ആ ആയത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞാല് അവസാന ജനറേഷനിൽ നിന്ന്, അവസാന തലമുറകളിൽ നിന്ന് കുറച്ചു പേരെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നൊരു തഫ്സീർ അതിലുണ്ട്. അപ്പൊ 70,000 ആളുകൾ മാത്രമേ, ചുരുങ്ങിപ്പോയാൽ റസൂലുള്ളാഹി ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് സഹാബാക്കൾക്ക് പറയുന്നത് 70,000 ആളുകൾ മാത്രമേ അവസാന തലമുറയിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് സഹാബാക്കളെ ഇരുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മഹാന്മാരെ എല്ലാ സഹാബാക്കളുണ്ട്. ആ സദസ്സിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ സമയത്ത് ഒക്കാശ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, സാധാരണക്കാരാ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഉക്കാശ ബിൻ എന്ന് പറഞ്ഞിട്ടില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബൂബക്കർ ബിൻ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കാശക്ക് ഇബിനില്ല എന്ന് പറഞ്ഞാൽ ആരുടെ മോനാണെന്ന് പോലും ആർക്കും അറിയാത്ത സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഒക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലെ ഉദ്ഉല്ലാഹ അൻ നകൂന മിൻഹും. റസൂലെ, ആ 70,000 കണക്ക് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണമേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശയോട് പറഞ്ഞു, വ അൻത മിൻഹും, ഉക്കാശ താങ്കൾ അതിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞു.
ഇത് കേട്ട സന്തോഷത്തിലും ആശ്ചര്യത്തിലും അടുത്തൊരു സഹാബി എന്നിട്ട് പറഞ്ഞു മിൻഹും, റസൂലെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി, ആ അവസരം ഉക്കാശ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആലോചിക്കുക, അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായ തീവ്രമായ ഒരു ആഗ്രഹമാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ആ സ്വർഗത്തിനെ കുറിച്ചുള്ള ഒരു കോട്ട് കേട്ടപ്പോൾ, ഒരു സെന്റൻസ് കേട്ടപ്പോ, ഒരു വേർഡ് കേട്ടപ്പോ, അതിൽ ഇന്ന കണക്കുകളൊക്കെ കേട്ടപ്പോ ഉടനെ എല്ലാ കോൺഫിഡൻസും എടുത്ത് ഇങ്ങനെയൊക്കെ ആലോചിക്കായിരുന്നു. ഞാൻ കൂട്ടത്തിൽ ആരും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ മുന്നത്തെ സൊഫില് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനിപ്പോ എഴുന്നേറ്റ് എങ്ങനെയാണ് റസൂൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാം എന്ന ഒരു അർത്ഥത്തിലൊക്കെ ചിന്തിക്കായിരുന്നു. പക്ഷെ ആ എല്ലാ കോൺഫിഡൻസും എടുക്കാനുണ്ടായ റീസണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആഗ്രഹത്തിന്റെ കടുപ്പാണ്. ഇങ്ങനെ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ യമനിലെ മലഞ്ചെരുവിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. യമനിലെ മലഞ്ചെരുവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രാമീണങ്ങളിൽ ഗ്രാമീണനായി ജീവിച്ച മനുഷ്യൻ. ആ പരിസര പ്രദേശങ്ങളൊന്നും വേറൊരു മനുഷ്യനും ജീവിക്കുന്നില്ല. ആ ഉവൈസ് ബിൻ ആമിറും അദ്ദേഹത്തിന്റെ മാതാവ് മാത്രം ഒരു കുടിലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ അതിയായ ആഗ്രഹമാണ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. ആഗ്രഹത്തിന്റെ കടുപ്പം നമുക്ക് എത്രമാത്രം ഉണ്ടാകണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. റസൂലുള്ളാഹിനെ കാണണം എന്നാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി എപ്പോഴും ദുആ ചെയ്യും. പക്ഷെ റസൂലുള്ളാഹിനെ കാണണമെങ്കിൽ യമനിൽ നിന്ന് മദീനത്തേക്ക് പോകണം. അന്ന് ഉവൈസ് ബിൻ ആമിറിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യൽ പോസിബിൾ അല്ലാത്തൊരു സമയമാണ്. കാരണം സ്വന്തം ഉമ്മ, വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഉമ്മ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മ, ശരീരം മുഴുവനും വ്രണങ്ങൾ ബാധിച്ച് രോഗശയ്യയിൽ കിടന്ന് വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു ഉമ്മ വീട്ടിലുണ്ട്. ആ ഉമ്മാനെ ഖിദ്മത്ത് ചെയ്യലാണ്, ആ ഉമ്മാനെ സർവ് ചെയ്യലാണ് ഉവൈസ് ബിൻ ആമിർ ജീവിതത്തിന്റെ ഡെയിലി റൂട്ടീൻ. ആ ഉവൈസ് ബിൻ ആമിർ ഉമ്മാനോട് തനിച്ചാക്കിയിട്ട് എന്റെ വലിയ ആഗ്രഹമായ റസൂലുള്ളാഹിനെ കാണുക എന്ന ആഗ്രഹത്തിലേക്ക് പോകാൻ പോലെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മാനെ ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നു, പാരലലി റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഈ സമയത്താണ് ഉവൈസ് ബിൻ ആമിറിന് ഉമ്മാക്ക് ബാധിച്ച അതേ അസുഖം ഉവൈസ് ബിൻ ആമിറിന്റെ ശരീരത്തിലും ബാധിക്കുന്നത്. ശരീരം മുഴുവനും വ്രണങ്ങൾ വന്നു. വ്രണങ്ങൾ വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയിലേക്ക് വ്രണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നു. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിറിന്റെ ദുആ വരെ നമ്മൾ അണ്ടർലൈൻ ഇട്ട് വായിക്കേണ്ട ദുആയാണ്. അല്ലാഹുവേ, എന്റെ ശരീരം ഇങ്ങനെ മുഴുവനും വ്രണങ്ങൾ ബാധിച്ചിട്ടാണുള്ളത്, എന്റെ മാതാവ് ഇങ്ങനെയാണുള്ളത്, നീ എനിക്ക് മുഴുവനും ഷിഫ ചെയ്യണം. പക്ഷെ ആ ഷിഫ ചെയ്യുമ്പോൾ തന്നെ ആ വ്രണങ്ങളുടെ അടയാളത്തിന്റെ ഏതെങ്കിലും ഒരു അടയാളം എന്റെ ശരീരത്തിൽ ബാക്കി വെക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എല്ലാ സാക്രിഫൈസിലൂടെയും കടന്നു പോകുമ്പോൾ അള്ളാന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവാണ് എനിക്ക് ഷിഫ തന്നത് എന്ന് മരണം വരെ ഓർക്കാനാണ്. ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ഉവൈസ് ബിൻ ആമിറിന്റെ അസുഖം മാറുകയും വയറിന്റെ ഭാഗത്ത് ഒരു അടയാളം ബാക്കി വെക്കുകയും ചെയ്ത ഹദീസ് പ്രിയപ്പെട്ടവരെ അത്ഭുതത്തോടു കൂടി നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഈ സംഭവം ആരാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ്. യമനിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്, ഉമ്മാനെ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഉവൈസ് ബിൻ ആമിറിന്റെ ആഗ്രഹം എന്നെ കാണലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, എങ്ങാനും ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മദീനത്തോ മക്കത്തോ ഹജ്ജിന് വേണ്ടി വന്നാൽ, കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്നാൽ, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടിയും മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന വലിയ വലിയ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. യമനിലെ എവിടെയോ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നു നോക്കിയാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടും ഉവൈസിനോട് ദുആ ചെയ്യാൻ പറയണം, ഉവൈസിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന. അങ്ങനെ സഹാബാക്കൾ എല്ലാ കൊല്ലവും പരതും ഹജ്ജിന് വന്ന സംഘത്തിൽ യമനിൽ നിന്ന് വന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഉവൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് പരതാൻ തുടങ്ങി, ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പരതു, എല്ലാ യമനിൽ നിന്ന് വന്ന സംഘത്തിലേക്കും ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിയപ്പം ഉവൈസ് ബിൻ ആമിറിനെ പരതുന്ന സംഘം ഉവൈസ് ബിൻ ആമിറിനെ കച്ചവട സംഘത്തിൽ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഉവൈസ് ബിൻ ആമിർ ഇതൊന്നും അറിയില്ല, ആശ്ചര്യപ്പെടുകയാണ്. അങ്ങനെ അമീറുൽ മുഅ്മിനീന്റെ
പിന്നെ പരിധിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരികയും ചെയ്തു. ഓടി വന്നുകൊണ്ട് ഉവൈസ് ബിൻ ആമിറിനെ കണ്ടു, മുആനക ചെയ്തു, കെട്ടിപ്പിടിച്ചു. കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉവൈസ്, താങ്കൾ എനിക്ക് വേണ്ടിയും ഈ ഉമ്മത്തിനു വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഞെട്ടിയിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോട് നിൽക്കുക, അമീറുൽ മുഅ്മിനീൻ, താങ്കളാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഞാൻ യമനിലെ ഏതോ മലഞ്ചെരുവിൽ നിൽക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. എനിക്ക് കാണാൻ പറ്റിയില്ല. താങ്കൾ റസൂലുള്ളാഹിന്റെ കൂടെ വളർന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ ലീഡർഷിപ്പിൽ വളർന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ ട്രെയിനിങ്ങിൽ വളർന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ തർബിയത്തിൽ വളർന്ന ആളാണ്. അതുകൊണ്ട് താങ്കളും താങ്കളുടെ സംഘവും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് തിരിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഉവൈസ് ബിൻ ആമിറിനെ എങ്ങാനും ജീവിതത്തിൽ എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യണം. പ്രിയപ്പെട്ടവർ, ആലോചിക്കേണ്ടത് ഒരാളുടെ ആഗ്രഹത്തിന്റെ കടുപ്പത്തിനനുസരിച്ചിട്ട് പടച്ചവൻ ഇടപെടുമെന്നാണ്. ഒരാൾ എത്രമാത്രം ഒരു വിഷയത്തിൽ ആഗ്രഹിക്കുന്നുവോ, സ്വർഗം എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിലെ എന്നെന്നും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അയാള് അതിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ത്യാഗമല്ല. അയാൾക്കതൊരു രസാണ്. അയാളുടെ നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായോണ്ട് ചെയ്യേണ്ട ഒന്നായിരിക്കില്ല, മറിച്ച് ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ആളായിരിക്കും. അയാൾക്ക് മരണം എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുന്ന ഒരു സംഭവമല്ല. മരണത്തിന് ശേഷം എന്റെ ജീവിതം, എന്റെ കുടുംബത്തിന്റെ ജീവിതം, എന്റെ മക്കളുടെ ജീവിതം, മരണം അയാൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഈ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, മനസ്സിലുണ്ടായാൽ, അത് ഇസ്ലാം പറയുന്നത് കേവലം ആഖിറത്തിന്റെ ആഗ്രഹം മാത്രമല്ല, അത് നേരെ ഡൈവേർട്ട് ചെയ്തിട്ട് ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് പോയാലും അങ്ങനെ തന്നെയാണ്. ഒരാൾ എത്രമാത്രം ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടി കഠിനമായി ആഗ്രഹിക്കുകയും കഠിനമായി പ്രയത്നിക്കുകയും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വഴി എളുപ്പമാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. പക്ഷെ അതിലും അപ്പുറം ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ. അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കാനേ പാടില്ല എന്നാണ്. ഒരു കാര്യം നമ്മൾ ആദ്യമായി ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നു, അത് ഏത് വഴിയിലായിരിക്കും അള്ളാഹു സഹായിക്കുക എന്ന് ആലോചിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ അത് വരില്ല. അള്ളാഹു എങ്ങനെയാണോ അത് തീരുമാനിച്ചത് ആ വഴിയിലേക്ക് അത് പോവുക തന്നെ ചെയ്യും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് രണ്ട് ആഗ്രഹം എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കൂടെയുള്ള സഹാബാക്കൾ പറയാറുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, മരിക്കുമ്പോൾ ഷഹീദായിട്ട് മരിക്കണം. രണ്ടാമത്തേത്, അത് മദീനത്ത് തന്നെ ആകണം. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ രണ്ട് ആഗ്രഹങ്ങളാണ്. പക്ഷെ ഈ ആഗ്രഹങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. സഹാബാക്കളൊക്കെ അങ്ങോട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എപ്പോഴും ഈ ദുആ ചെയ്യാറുണ്ടല്ലോ, പക്ഷെ ഇതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണ്? നിങ്ങൾക്ക് ഷഹീദാകണമെങ്കിൽ യുദ്ധത്തിന് വേണം, യുദ്ധത്തിന് പോകണമെങ്കിൽ മദീനന്റെ പുറത്തു പോയാൽ മാത്രമേ യുദ്ധം നടക്കുകയുള്ളൂ, ഷഹീദാവുകയുള്ളൂ. മദീനത്ത് വെച്ച് തന്നെ ഷഹീദാകണം എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് എവിടെയായിരുന്നു? അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കുമ്പോൾ നമ്മൾ പറയാത്തതടക്കം സ്വീകരിക്കുന്ന. ഉമർ റളിയല്ലാഹു ദുആ ചെയ്തത് മദീനത്ത് നിന്നാണ്, പക്ഷെ അള്ളാഹ് സ്വീകരിച്ചത് മദീനത്ത് മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ പള്ളിന്റെ ഉള്ളിൽ, മസ്ജിദുൻ നബവിന്റെ ഉള്ളിൽ, അതും ഇമാമത്ത് വെക്കുമ്പോൾ മെഹ്റാബിൽ വെച്ചിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഷഹീദാകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ തീവ്രമായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുകയും അത് പടച്ചവന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പണിയെടുക്കുകയും ചെയ്താൽ ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ കിട്ടും എന്നതിലപ്പുറം മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലെ അതിസുന്ദരമായ ഒരു മുഹൂർത്തം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതും ഒക്കെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായി, മനസ്സിൽ ഇങ്ങനെ തീവ്രമായ ആഗ്രഹമായി നമുക്ക് വെക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന്
ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരെ ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനുള്ള സമയത്ത് അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന എല്ലാ കുറ്റവും കുറവും വീഴ്ചകളും പറയുമകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അള്ളാഹു സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഖീങ്ങളുടെ ഇമാമുമാരായി അള്ളാഹു അവരെ ഉയർത്തുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും പരിസരത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇജ്ജത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജയിലറുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന, കൊലകൾക്ക് ഇരകളായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാവങ്ങളായ മനുഷ്യർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖവും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.